റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കോഫിയുടെ കോഫി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് സ്പൂൺ എടുത്തിട്ട് സ്കിന്നിൽ ഇങ്ങനെ ആക്കുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു അത് ഓക്കെ അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം അത് എങ്ങനെ തോന്നി അങ്ങനത്തെ ഒരു ഐഡിയ അല്ലാതെ എപ്പോഴും ഒന്ന് കോഫി ചോക്ലേറ്റ് ഗേൾ എന്നൊക്കെ പറയാം അപ്പൊ ഞാൻ ഇതവരെ ചെയ്തു നോക്കാം we special we want show people's how this not have walls not have no need so many be strict with different peoples and we special do jokes like coffee powder after I think we more than do something just for fun but deep than for people's ഓക്കെ അത് ഭയങ്കര റീച്ച് അതിൽ കമന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഈ ഫേസ്ബുക്കിൽ അതെനിക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് എന്താ ഫേസ്ബുക്കിൽ വന്ന കമന്റ്സ് ഒക്കെ ഫേസ്ബുക്കിൽ ഞാനങ്ങനെ മൈൻഡ് ആക്കിയിട്ടില്ല അത് മറന്നു നല്ല രീതിയിൽ എന്നാലും ബാഡ് കമന്റ്സ് ഉണ്ട് നല്ല എന്തായിട്ടാണ് ബാഡ് കമന്റ്സ് അവര് പറയുന്നത് കൂടുതലും എടുത്തു നോക്കിയാലേ അറിയത്തുള്ളൂ എന്നാലും എന്തെങ്കിലും കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നോ ഒരുത്തൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്തോ അതെല്ലാ വീഡിയോയിലും ഉണ്ട് ആ സെയിം തന്നെ അന്ന് പറയാന്ന് എന്തോ ഇപ്പൊ കൂടെ തന്നെ ഉണ്ടോ നാട്ടിലേക്ക് വരുമ്പോ അവനെ കൊണ്ട് തന്നെ വരണം അല്ലാതെ ഇവിടെ വന്നിട്ട് നിന്നെ സ്ത്രീധനം തരാതെ കെട്ടാൻ വേറെ ആരും ഇല്ല ഒരു അമ്മാവൻ അങ്ങനത്തെ ഒരു സംസാരം അമ്മാവന്മാരിങ്ങനെ സംസാരം അതേപോലെ തന്നെ മൊത്തം എല്ലാത്തിലും ഉണ്ട് അത് സ്ത്രീധനം എന്താ ഇവിടെ നിന്നെ സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ ആരും ഇല്ല അല്ല അപ്പൊ സ്ത്രീധനം ഇപ്പോഴും ഉണ്ടോ മനസ്സിലാവുന്നില്ല ഓക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടോ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ടോ റിലേറ്റീവ്സ് ആരെങ്കിലും പറയുന്നത് ഇല്ലല്ലോ ഇത് ഏത് ടോക്സിക് പോകാൻ തോന്നിയിട്ടുണ്ടോ പുള്ളിക്ക് ഇതൊക്കെ കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്ക് ഇങ്ങനത്തെ ടോക്സിക് കമന്റ് ഇപ്പോഴും കൂടെ ഉണ്ടോ അതിന് പോകെ കാണാൻ കൂടെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ 1 year ആയില്ലേ മാരേജ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് പ്രേമിച്ച പോലെ തന്നെയാണോ കല്യാണം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല കുറച്ച് മെച്ചൂരിറ്റി കൂടിയ പോലെ തോന്നിയിട്ടുണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണോ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ ഇങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും വീട്ടിലൊക്കെ എങ്ങനെയാണ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പുള്ളി എങ്ങനെയാ അവർ ട്രീറ്റ് ചെയ്യുന്നത് ഇയാളുടെ ഫാമിലിയിലൊക്കെ വീട്ടില് വരാറത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഏതെങ്കിലും ഷോപ്പ് ആണെങ്കിൽ നിർത്തും ഞാൻ ചിന്തിക്കത്തില്ല വീട്ടിൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകണം പുള്ളി നിർത്തും അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം കഴിക്കാനായാലും മേടിക്കണം ഇപ്പൊ എവിടെയെങ്കിലും ഷോപ്പില് മാളിലൊക്കെ പോവാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇത് മേടിക്കാം വീട്ടിലത്തെ ഈ സാധനങ്ങൾ മേടിക്കാനൊക്കെ വീട്ടുകാരോട് നല്ലതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു വെച്ചാൽ കുറെ റിലേഷൻഷിപ്പ് ഇപ്പൊ കേരളത്തില് ബ്രേക്കപ്പ് ആവുന്നു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ പുറത്തോട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ കൾച്ചറും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി നിൽക്കുന്നെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പം ഇവിടുത്തുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ എന്റെ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ് കുറെ പറഞ്ഞിട്ടുണ്ടോ എന്താ അവര് പറയുന്നത് ഏതെങ്കിലും ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് പാർട്ട്ണറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എല്ലാരും ഇപ്പൊ എന്റെ മിക്ക മെസ്സേജ് എന്റെ കൂട്ടുകാരിമാരായാലും വന്ന് പറയുന്നത് എനിക്കൊരു റഷ്യം എന്നെ വേണം എനിക്കൊന്ന് സെറ്റാക്കി എനിക്ക് ഫോറിന് കെട്ടണോന്നാണ് ആഗ്രഹം ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് സിംഗിൾ ബോയ്സ് ഇൻ റഷ്യൻ single boys yes I have friends they will ask okay you have any pretty girls in India വല്ലൊക്കെ കൊണ്ട് എനിക്കിനിപ്പോ എന്തിനാ എനിക്കല്ലേ വേറെ ആർക്കെങ്കിലും I say first you come here ഓക്കെ അത് നീ ഇവിടെ വന്നിട്ട് നീ കെട്ടുന്നതാണ് ഉദ്ദേശം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ എനിക്ക് റഷ്യൻ ആരെങ്കിലൊക്കെ സെറ്റ് ആക്കിത്താന്നൊക്കെ ഓക്കെ അപ്പം കേരളത്തിലുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ബോയ്സും കളറിലും സൗന്ദര്യത്തിലും നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ കേരളത്തിലെ ബോയ്സ് ഇപ്പൊ കമന്റ് നമ്മൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ മനസ്സ് നോക്കി സ്നേഹിക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ടല്ലേ ഏട്ടാ നിങ്ങളൊക്കെ എല്ലാവരും ഒരുപോലെ അല്ലേ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട് കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നത് വിചാരിച്ചേക്കുന്ന ഇവിടെയുള്ള ബോയ്സ് മൊത്തവും ഗേൾ ഫ്രണ്ട്സിനെ അടിക്കുകയും വൈഫിനായാലും റെസ്പെക്റ്റ് ഇല്ലാതാണ് ഇതാണെന്നൊക്കെ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു പക്ഷെ അതല്ല സത്യം എല്ലാരും ഒരേപോലെ അല്ല അത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവൻ കാണുന്ന എല്ലാം അങ്ങനത്തതാണ് അതുകൊണ്ട് കാണുന്നതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ കാണുന്ന എല്ലാം ഫ്രണ്ട്സിന്റെ ആയാലും അടിക്കുന്നതും ചീത്ത പറയുന്നതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാട്ടില് സ്ത്രീധനത്തിന്റെ പേരില് മരിക്കുന്ന പെൺകുട്ടികളുടെ ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവർക്കതൊക്കെ അറിയാം സ്ത്രീധനം അവിടെ ഇല്ലല്ലോ അവിടെ ജനിച്ചാൽ മതി